നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദേവി, എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ദേവിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലാണ് ഞാൻ. നൂൽപാലത്തിൽ എന്ന പോലെ എന്റെ യാത്ര നടന്നപ്പുറത്തെത്തിക്കണം. ജീവിതത്തിലെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നു. കൊച്ചു ജീവിതം മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷേ സ്വപ്നം പാതി വഴിയിൽ മുറിഞ്ഞു പോയിരിക്കുക. അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഞാൻ. ദേവിക്ക് മുന്നിൽ ഇന്നൊരു സമർപ്പണം പോലെ ഞാൻ വലം വെച്ചുകൊണ്ടേയിരിക്കും, തളർന്നു വീഴുന്നത് വരെ. അതാ ദേവിക്ക് ഞാൻ നൽകുന്ന നേർച്ച. ദേവി അനുഗ്രഹിക്കണം. മോളെ, ഇനി നിർത്തിക്കോ, അല്ലെ തളർന്നു വീഴും. തളർന്നു വീഴുന്നത് വരെ എനിക്ക് നടക്കണം. ദേവിക്ക് മുന്നിൽ ഞാൻ തളരുമ്പോ എനിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടും. ദേവിയെ പരീക്ഷിക്കുകയാണോ? ദേവിയെ പരീക്ഷിക്കല്ല സ്വാമി, ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കുക. പരീക്ഷണം മതിയാക്കൂ. ദേവി കുട്ടിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. കുട്ടി പ്രദക്ഷിണം വെക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ അമ്മയുടെ മുന്നിൽ അർച്ചന ചെയ്യുമായിരുന്നു. കുട്ടിയെ നോക്കിയ നിമിഷം ദേവിയുടെ ശിരസിൽ നിന്ന് ഒരു പുഷ്പം എന്റെ കയ്യിലേക്ക് വീണു. ദേവി കുട്ടിയെ അനുഗ്രഹിച്ചു, ഉറപ്പാണ്. കുട്ടി ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പ്രദക്ഷിണം നടത്തുന്നത് അത് നടക്കും. ശരി സ്വാമി. ആന്റി എവിടെ? അച്ഛനെവിടെ? സാറും പ്രിയയും കൂടി പുറത്തു പോയിരിക്കാം. പൂജ വരുമ്പോ കൊച്ചിന് പാലും കൊടുത്ത് പൂജയ്ക്ക് ചായയും കൊടുത്ത് ഇവിടെ ഇരുത്തേക്കണമെന്ന് പറഞ്ഞു. സാറ് വന്നിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. പാവ അച്ഛൻ. ഞാൻ കുഞ്ഞിനെ പോയെന്ന് കാണട്ടെ. മോളിപ്പം നല്ല ഉറക്കാം, ഉണരട്ടെ, എന്നിട്ട് കൊടുക്കാം. പ്രിയയുടെ കാര്യത്തിലൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ആന്റി. എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, ഉറപ്പാ. പക്ഷെ ഒന്നും വ്യക്തമായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മൊത്തം ഒരു ആത്മീയതയാ. ആത്മീയത എന്ന് വെച്ചാൽ ഒടുക്കത്തെ ആത്മീയത. ഇതൊക്കെ കൂടെ കാണുമ്പോൾ എനിക്ക് വട്ടാവും. എന്റെ മുന്നിൽ നിൽക്കുന്നത് പ്രിയ ആണോന്ന് വരെ എനിക്ക് സംശയം തോന്നും. എന്തായാലും ആന്റി അവളുടെ പുറകെ തന്നെ ഉണ്ടാവണം. ഞാൻ എപ്പോഴും അവളുടെ കൂടെ തന്നെയാ. പക്ഷെ ഒരു സൂചന പോലും കിട്ടുന്നില്ല. ഒരു ദിവസം അവളുടെ പുറകെ കൂടി അവൾ എന്തോ എഴുതുന്നത് കണ്ടു. അല്ല ഡയറിയാണെന്ന് വിചാരിച്ച് വല്ല ഫോൺ നമ്പറും കിട്ടിയേക്കൊന്ന് പ്രതീക്ഷിച്ചു. നോക്കിയപ്പോ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാവോ? ജ്ഞാനപ്പാന എഴുതി വെച്ചേക്കുന്നു. ജ്ഞാനപ്പാനയോ? ആ അതെ, ജ്ഞാനപ്പാന. അതാ ഞാൻ പറഞ്ഞേ, കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടുന്നില്ല എന്ന്. ഇനി അവൾ യഥാർത്ഥത്തിൽ നന്നായിട്ടുണ്ടെങ്കിൽ അവക്ക് കൊള്ളാം. അത് പക്ഷേ പല ദിവസം കൊണ്ടേ ഉറപ്പിക്കാൻ പറ്റൂ. എന്തായാലും എനിക്ക് ഉറപ്പുണ്ട്, മോൾ അർജുനെ പുറത്ത് കൊണ്ടുവരും. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാ മോൾ ഓരോ നീക്കവും നടത്തുന്നത്. അജുവേട്ടനെ പുറത്തു കൊണ്ടുവന്ന ശേഷം അജുവേട്ടന് ഞാനും ഒരുമിച്ച് ഇവിടെ വരും, എന്റെ രാധമോളെ കാണാൻ. ഞാനും വസന്തേട്ടനും എപ്പോഴും പറയും നീയും രാധമോളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. ഉറപ്പാ ആന്റി, എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവാത്തെ. എത്രയോ ദിവസം ഞാൻ രാധമോളെ സ്വപ്നം കാണുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നേ ഇല്ല.
ചില ബന്ധങ്ങൾ എന്നും നമുക്ക് വ്യക്തമാവാണ്ട് കിടക്കുമല്ലോ, അതുപോലെ ഒന്നായിരിക്കും. വാ ആന്റി. ആ മോളെ വാവേ, അജുവേട്ടനെ പുറത്തിറക്കാൻ എന്തേലും ഒരു വഴി പറഞ്ഞു തരാവോ? അയ്യോ, ഞാൻ മോക്ക് പാല് കൊടുക്കട്ടെ. താ. ആ വായോ വായോ. ആ ആ വാ വായോ. ആ. അയ്യോ ആന്റി, ചുട്ടു പൊള്ളുന്നല്ലോ മോക്ക്. അയ്യോ ശരിയാണല്ലോ. അയ്യോ ആന്റി, കുഞ്ഞ് ഛർദിച്ചിട്ടുണ്ടല്ലോ. അയ്യോ അയ്യോ, മോളെ, ഞാൻ സാറിനെ വിളിച്ചറിയിക്കാം. പ്രിയോട് പെട്ടെന്ന് വരാൻ പറയാം. അതൊന്നും വേണ്ട ആന്റി, എത്രയും പെട്ടെന്ന് നമുക്ക് മോളെ ആശുപത്രിയിൽ എത്തിക്കാം. ഈശ്വരാ, മോളെ മോക്കൊന്നും വരില്ല. അമ്മയുണ്ട് കേട്ടോ, എന്റെ കുഞ്ഞിന് ഒന്നും വരില്ല. ആന്റി വാ, വേഗം നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. പൂജ, നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഛർദിലൊക്കെ സാധാരണമാണ്. എനിക്കെന്തോ പേടിയാവുന്നു ആന്റി. ആന്റി പെട്ടെന്ന് വാ, നമുക്ക് പോവാം. ശരി, വാ. അർജുൻ, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അമ്മേ, അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്കിവിടെ ഒരു പ്രോബ്ലം ഇല്ല, ഞാൻ ഓക്കെയാണ്. ഇവിടെ കൂടെയുള്ളവരെല്ലാം എനിക്ക് പരിചയമുള്ളവരാ. പല കേസുകളായി കോടതിയിൽ തമ്മിൽ കണ്ടിട്ടുള്ളവരാ. അമ്മ എന്താ ഇത്? അമ്മ എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടെ വരെ വന്നത്? ഞാൻ പറയുന്നൊന്നും അമ്മ കേൾക്കുന്നില്ലേ? അമ്മേ, അമ്മയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അമ്മ, ഞാൻ പറയുന്ന അമ്മ കേൾക്കുന്നില്ലേ? അമ്മേ, ഇവിടെ നിന്നിങ്ങനെ കരയരുത്. കരഞ്ഞ എല്ലാരും ശ്രദ്ധിക്കും. അമ്മേ, ഇതിപ്പോ ഞാൻ എന്താ അമ്മയോട് പറയേണ്ടത്? അമ്മ, ഞാൻ എന്താ പറയാ? അമ്മ ഈ അവസ്ഥയിൽ നമ്മൾ താണ്ടിപ്പോവും. അങ്ങനെ വിചാരിച്ചാ മതി. നമ്മുടെ ശത്രുക്കള് എന്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിച്ച് പിന്നീട് ഒരിക്കലും നമ്മുടെ പുറകെ വരാതിരിക്കട്ടെ.